നീ വേഗം ഒഴിക്കത് ചൂടായിരിക്കുന്നു. മാവ് കുറച്ചുകൂടെ അരയായിരുന്നു. ആ റൗണ്ട് കറക്റ്റ് ആക്ക് ദീപ്തി. ചേട്ടാ, ഞാൻ ആദ്യമായിട്ടല്ല ദോശ ഉണ്ടാക്കുന്നത്. ദീപ്തി, നീ ആദ്യമായിട്ടല്ല ദോശ ഉണ്ടാക്കുന്നത്. പക്ഷെ നീ ഉണ്ടാക്കുന്ന ദോശയ്ക്കുണ്ടല്ലോ ഒരു ഒതന്റിക് ടേസ്റ്റ് ഇല്ല. ആണോ? എന്നാ പിന്നെ സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാക്ക്. അല്ല പിന്നെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കൊണ്ടിരിക്കുമ്പോൾ വന്ന് ഇൻസ്ട്രക്ഷൻസ് തരുന്ന എന്തൊരു വെറുപ്പിക്കലാണെന്ന് അറിയോ ചേട്ടാ? ഒന്ന് പോയി തരുമോ പ്ലീസ്? ഞാൻ പോകൂല ദീപ്തി. മറ്റു ചില ഭർത്താക്കന്മാരെ പോലെ ഭാര്യമാരെ ഒറ്റയ്ക്ക് കിച്ചണിലിട്ട് കഷ്ടപ്പെടുന്ന ഒരു ഭർത്താവല്ല ഞാൻ. ഞാൻ കൂടെ ഉണ്ടാവും, ഒരു സഹായിയായി, ഒരു സഹപ്രവർത്തകനായി, ഒരു മേൽനോട്ടക്കാരനായി. ഈ മേൽനോട്ടം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്നാ പറഞ്ഞത്. ഓക്കെ ചേട്ടാ, അവിടോട്ട് അങ്ങനെ ഒന്ന് പോയിരിക്കോ? ഓ, നീ നിന്റെ ഇഷ്ടത്തിനുണ്ടായിക്കോ, ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലല്ലോ. അയ്യേ, എന്താ ഇത്? ഇതാണോ സാമ്പാർ? ഇതിന്റെ കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? സാമ്പാറിന് പിന്നെ ഏത് കളറാ? അല്ല, അമ്മ ഉണ്ടാക്കുമ്പോഴേ സാമ്പാറിന് കുറച്ചുകൂടെ കട്ടി കളറായിരിക്കും. അതിലേ ഇത് അമ്മ ഉണ്ടാക്കിയ സാമ്പാറല്ല, ഞാൻ ഉണ്ടാക്കിയ സാമ്പാറാ, അതുകൊണ്ടാ ഈ കളർ. ഓക്കേ, ചുമ്മാരുന്നുണ്ടോ? രാവിലെ തുടങ്ങി. ഇഡലിക്ക് ഇഡലി, ദോശയ്ക്ക് ദോശ, പുട്ടിന് പുട്ട്. 3 നേരം ഞാൻ ഉരുട്ടി തരുന്നുണ്ടല്ലോ. എന്നിട്ടും പറയാം അമ്മ ഉണ്ടാക്കിയ പോലെ ആയില്ലെന്ന്. എന്റെ അമ്മോ, ഇത് എന്തൊരു പങ്കപ്പാട്! അയ്യോ, ഇതെന്ത് റാപ്പോ? റാപ്പല്ല, കോപ്പ്. വീണ്ടും റാപ്പ്. എടേ, നീ ദേഷ്യപ്പെട്ട് പറയുമ്പോ ഉണ്ടല്ലോ നല്ല റാപ്പ് ചെയ്യുന്ന പോലെ ഉണ്ട് ഈ പ്രാസമൊക്കെ ഉപയോഗിച്ച്. ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി കീശ. സാമ്പാറിനാണേ കളറില്ല, ദോശയ്ക്കാണേ മുരിയില്ല, തീറ്റയ്ക്കാണേ കുറവില്ല. റാപ്പ്. നല്ല തീരുമാനോ? നീ ഈ തീരുമാനം എടുക്കാൻ എന്താ ഇത്ര വൈകിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആണോ? പിന്നല്ലാതെ, പണ്ട് നീ സ്കൂളിൽ വെച്ച് എത്ര പാരഡി പാട്ട് എഴുതിയിട്ടുണ്ട്. നീ മാത്സ് ടീച്ചറെ പറ്റി എഴുതിയ പാട്ടില്ലേ, അതിപ്പോഴും സ്കൂളിൽ ഹിറ്റാ. അയ്യോ, അതിന്റെ വരി എന്തായിരുന്നു? PT സാറ് ക്ലാസ്സിൽ വന്നാൽ പിള്ളേർക്ക് ആനന്ദം, കണക്ക് മാഷ് ലീവിൽ പോയാൽ പിള്ളേർക്ക് ആമോദം, സൂസന്ന മിസ്സിന്റെ. ഈ പാട്ട് എന്ത് രസായിരുന്നല്ലേ. ഞാൻ ഇതൊക്കെ മറന്നിരിക്കുകയായിരുന്നേ. നീയാ ഇപ്പൊ എന്നെ എല്ലാം ഓർമ്മിപ്പിച്ചേ. നീ അന്നേ വലിയ കവയിത്രി ആകുമെന്ന് ഞാൻ വിചാരിച്ചത്. റാപ്പർ എങ്കിൽ റാപ്പർ നീ ആകടി. ആകും ഞാൻ. ഇനി പിന്നെ വിധിച്ചേട്ടനോട് ഈ കാര്യം നീ പറഞ്ഞായിരുന്നോ? എന്റെ പൊന്നു മോളെ, എന്റെ ഉള്ളിൽ ഒരു റാപ്പർ ഒളിഞ്ഞു കിടക്കുന്ന വിവരം ആദ്യം കണ്ടുപിടിച്ചത് ആരാ? വിധിച്ചേട്ടൻ. ഞാൻ റാപ്പർ ആവാൻ പോകുന്ന വിവരം അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നതും വിധിച്ചേട്ടനായിരിക്കും. നീ കളിക്കല്ലേ. ഇരുണ്ട് കിടന്നിരുന്ന എന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയത് വിധിച്ചേട്ടനാണ്. വിധിച്ചേട്ടാ, എപ്പോ? രാവിലെ അടുക്കള വെച്ച്. എടി, അത് നിന്റെ മൂഡ് മാറ്റാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. വിധിച്ചേട്ടൻ വെറുതെ പറഞ്ഞാണെങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. ഒരു നർത്തകി മാത്രമായിട്ട് ഈ ലോകത്ത് അറിയപ്പെട്ടിരുന്ന ഞാൻ ഇനി മുതൽ ഒരു റാപ്പറായിട്ട് കൂടി അറിയപ്പെടുന്നു ചേട്ടാ. അതിന് റാപ്പ് എന്താണെന്ന് നിനക്ക് അറിയാമോ? എനിക്ക് ഈ പെണ്ണിന് ഓരോ ദിവസവും ഓരോ തോന്നലാണല്ലോ. ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നമാണോ എന്നിവിടെ ഉണ്ടാവാൻ പോകുന്നത്. ഈ റാപ്പ് എനിക്കൊരാപ്പാകും. But
ഉദ്ദേശം? നേരത്തെ എന്താ പറഞ്ഞത്? റാപ്പ് എന്താണെന്ന് എനിക്ക് അറിയാവുന്നു അല്ലേ? Watch on, dap style I got a tongue knocking. Hold me baby, just turn it on forever and ever. Every time I wanna see you, my girl. അയ്യോ, നീ ഇപ്പൊ എന്തോടി പാടിയത്? എന്റെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ എന്തോ പറയുമോ എന്തോ. മോളെ, നിനക്കൊന്നുമില്ല കേട്ടാ, നിനക്കൊന്നുമില്ല. ഇതൊക്കെ മാറ്റിയിട്ട് പഴയ ദീപ്തിയായിട്ട് വാ. നമുക്ക് ഈ റാപ്പും കോപ്പും ഒന്നും വേണ്ടടാ. എന്റെ ചക്കരല്ലേ. യെസ്, സക്സസ്. ഇതിൽ ഞാൻ വിജയിക്കും, അതെനിക്കിപ്പോൾ ഉറപ്പായി. വിധുചേട്ടൻ എന്തൊക്കെ കാര്യത്തിൽ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ അതിലൊക്കെ ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് I'm gonna light it up, baby. അപ്പൊ നീ രണ്ടും കൽപ്പിച്ച് തന്നെ അല്ലേ? പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ പേരിൽ. പുതിയ പേരില്ല, അതെന്തോന്നു? Deeps. People call me Deepsi Vidhu Pratap. വിധു പ്രതാപാ? അതൊന്നും വേണ്ട, എന്റെ പേരൊന്നും ചേർക്കണ്ട. എടുത്ത് മാറ്റി. എനിക്ക് വയ്യ ചീഞ്ഞ നാറ. വെൽ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകുള്ളൂ മിസ്റ്റർ. ഓ, എനിക്ക് വയ്യ. എന്റെ 25 വർഷം, എന്റെ ലൈഫ്, എന്റെ കരിയർ വളരെ നശിപ്പിക്കും. അതെ, ചുമ്മാ കിടന്ന് മോങ്ങല്ലേ. എന്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എടി, മറ്റുള്ളവരുടെ പാട്ടെടുത്ത് നിനക്ക് തോന്നുന്ന പാടുന്നതാണടി നിന്റെ കഴിവ്. അതിനാരെടുക്കുന്നു മറ്റുള്ളവരുടെ പാട്ട്? ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പാടുന്നു. എന്റെ ദീപ്തി, റാപ്പ് എഴുതാനും പാടാനും ഒക്കെ ഒരു എക്സ്ട്രാ ടാലന്റ് വേണോടി. എക്സ്ട്രാ ടാലന്റ് അല്ലേ ഈ നിൽക്കുന്നേ? ആ, ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ വെറോണിക്ക എടുത്ത് ചോദിച്ചു. ഓ, അപ്പൊ ആ പിശാചാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അല്ലേ? അവക്കുള്ളത് ഞാൻ കൊടുത്തോളാം കേട്ടോ. ലുക്ക് മിസ്റ്റർ, നമ്മുടെ ഉള്ളിൽ അതിതീവ്രമായ ഒരു കഴിവുണ്ടെങ്കിൽ ആരൊക്കെ അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഒരു നാൾ അത് മറന്നേക്ക് പുറത്ത് വരിക തന്നെ ചെയ്യും. യു സീ ദി ഐറണി, ഡോണ്ട് യു? ചെയ്തപ്പെട്ട, റാൻപെട്ട, ക്രോപ്പെട്ട, പെട റാപ്പ്, പെട റാപ്പ്, പെട റാപ്പ്, പെട റാപ്പ്, പെട റാപ്പ്. അയ്യോ, നിക്കടിയോട് നിക്കടി. നിനക്കെന്നെ കരിവാരി തേക്കണോ അല്ലേടി? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അതിനെ ഞാൻ സമ്മതിക്കൂലടി. ആ, എന്നാൽ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ റാപ്പ് എഴുതും, പാടും, വേണ്ടി വന്ന എൻ്റെ സ്വന്തം റാപ്പ് ബാൻഡ് വരെ തുടങ്ങും. കൊല്ലല്ല, കൊല്ലു എന്നോട്ടല്ലോ. എനിക്ക് ശ്വാസമൊക്കെ മുട്ടത്തിരിക്ക്. ഷോ കഴിഞ്ഞാ? ഇത് ഷോ ഒന്നുമല്ല. എൻ്റെ പൊന്നു വിളിച്ചേട്ടാ, കാലമൊക്കെ മാറി. ഇങ്ങനെ പിന്തിരിപ്പനാവാതെ പറ്റുമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്ക്. ഇല്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പിന്നെ ഈ ദീപ്സി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെന്ത് വില കൊടുത്തും നടത്തിയിരിക്കും. എന്നാ കേട്ടോ, ഞാൻ വിധു പ്രതാപ് ഒഫീഷ്യൽ ആണെങ്കിൽ എന്ത് വില കൊടുത്തോ ഞാൻ തടഞ്ഞിരിക്കും. കാണാം. വേഷമിലിരിക്കുന്ന പൂമ്പാറ്റെ, നിനക്ക് ദുബായിക്ക് പൊക്കൂടെ? കത്തിന് മറുപടിയായിക്കൂലേ? അമ്മായിക്ക് മറുപോലും സുഖമല്ലേ? നിനക്ക് എന്തടി വയ്യേ? ഇതെന്തോ ഇത്? കത്ത് റാപ്പ്. ഓ, എന്റെ സമാധാനം പോയി. പ്യാരി, ദീപ്തിയുടെ ഇഷ്ടം അതാണ്, അതങ്ങ് സമ്മതിക്കളിയാ. ഒന്നില്ലെങ്കിൽ ഒരു നല്ല കാര്യമല്ലേ? നിന്റെ ഭാര്യ റാപ്പറാന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു ഗമയാണ്. ഗമയാ? എന്റെ വായിരിക്കുന്ന വല്ല കേക്കരുത് നീ. എടേ, നീ ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നേ? അവക്ക് റാപ്പ് എന്താണെന്ന് പോലും അറിയില്ല. എടാ, ഒരു മൂളിപ്പാട്ട് പാടിയ 5 രാഗമാണ് അവക്ക്. മൊത്തം അപശ്രുതിയാണ് എന്റെ അളിയ. ഓ, നീ വലിയ പാട്ടുകാരൻ. നമ്മളൊക്കെ പാവങ്ങളാണേ, നമുക്ക് ശ്രുതിയും താളവും ബോധമൊന്നും ഇല്ലേ. നമ്മളാ? എടേ, ദീപ്തിയെ പറയുമ്പോ നിനക്കെന്താ കൊള്ളുന്നത്? നാളെ ഞാൻ പാടിയാൽ നീ ഇതൊക്കെ തന്നെ പറയാൻ പോണത്. എനിക്കറിയടാ. ഓഹ്, അതാണ് ഇവിടുത്തെ പ്രശ്നം. നീ ഒരു വഴി പറഞ്ഞു കാടാ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കാര്യത്തിൽ ഞാൻ ദീപ്തിയുടെ സൈഡാ. പ്യാരി? ആ, പ്യാരി തന്നെ. നീ പ്യാരി അല്ലടാ, നീ നാറിയാ, നാറി. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഹലോ 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 ഹലോ. പട്ടി കട്ട് ചെയ്തു.
വേണ്ടടാ, ഒരുത്തൻ്റെ സഹായം എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ പുറത്തു നിന്ന് കാണുന്ന നാറുകൾക്ക് വലിയ രസമാണ്. ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. I used to live in the struggle, but now I live in luxury. Shit.